ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി നമുക്കൊരു വിഷമമൊന്നും വേണ്ട. കിട്ടിയത് ഞാൻ അമ്മേനെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പിന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഒരു കറി. ഉരുളക്കിഴങ്ങ് മുട്ട അല്ലേ? ആഹാ പിശുക്കി അമ്മ. എനിക്ക് വേണ്ട. ആണോ? ഞാൻ എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അമ്മ 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 യഥാർത്ഥത്തിൽ ഈ സംശയം അത്ര നല്ലതല്ല കേട്ടോ. ഞാൻ എന്താന്ന് ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ പിശുക്കി എനിക്ക് വേണ്ട. അപ്പൊ പിന്നെ അച്ഛൻ ഒരു മുട്ട വെക്കുള്ളൂ, നിനക്ക് രണ്ടെണ്ണം പോരെ. ഞാൻ പിന്നെ വെറുതെ എന്തിനാ കുറെ മുട്ട ഇട്ട് എങ്ങനെ നമ്മുടെ മിണ്ടുപിടിക്കത് ഇതാണെന്ന് മനസ്സിലായത്. അതാണ് അമ്മ, അതാണ്. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് പറയായിരുന്നു. ആണമ്മ. അപ്പടെ അമ്മേനെയും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അത്ര തന്നെ ആയി കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ അമ്മേനെ കാണാൻ തുടങ്ങിയത് ഒരു മിനിറ്റ് വൈകിണ്ടാവും തന്നെ ഉള്ളൂ. ഇല്ലില്ല, ഞാനും അമ്മയൊക്കെ ഒരുമിച്ച് തന്നെ കാണുന്നത്. ഞാൻ കണ്ണു തുറക്കണത് വല്ല വൈറ്റായിട്ടിട്ട് അല്ലെങ്കിൽ നെർസിന്റെ അടുത്തായിരിക്കുമല്ലോ. എന്നിട്ട് വന്നിട്ട് ഞാൻ അമ്മേനെ കണ്ണു തുറന്ന് കാണുമ്പോൾ തന്നെ അമ്മ എന്നെയും കണ്ണു തുറന്ന് കണ്ടിട്ടുള്ളൂ. അമ്മേ കാണണ്ടല്ലോ. ഇല്ല, പക്ഷെ എന്നാലും ഞാൻ ഇന്നതാണ് പറഞ്ഞതെന്ന് അപ്പോഴേക്കും അമ്മ അങ്ങനെ കയറി പിടിച്ചു. അതാണമ്മ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടമ്മ. എന്ത് പറയും അല്ലമ്മ. പിന്നെ എനിക്കൊരു ചെറിയൊരു സംശയം. ആ മുട്ടയിലൊക്കെ ഒരു ചെറിയൊരു എന്താ കുഴിയൊക്കെ വീണെടുക്കണം. പൊടിക്കുമ്പോ അമ്മ പോർക്ക് പറഞ്ഞ പന്നി കൊണ്ടോ? പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും വെറുതെ ചോദിച്ചാണ്. പോർക്ക് കൊണ്ട് കുത്താതെ എന്താ കൂർക്കയോ? പോർക്ക് വന്ന് കുത്തിയിട്ട് പോകാൻ കോഴിമുട്ടയല്ലേ? ഇതിൽ നിന്ന് പോർക്ക് തിരിഞ്ഞും കൂടി നോക്കില്ല. അതെ, മലയാള ചാനലിൽ പെട്ടെന്ന് വന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ സാധാരണ നാടനായ മനുഷ്യനെ എനിക്ക് മനസ്സിലാവില്ല. എനിക്കറിയില്ല അതെ. ഞാനേ മൂന്ന് എന്ത് മുനയുള്ളത്? കുത്തുമുനയുള്ള സ്പൂണൊന്നും പറയില്ലല്ലോ. അതിനെന്താ പറയാ മലയാളത്തില്? അതൊക്കെ ബുദ്ധിമുട്ടാ. നമ്മളങ്ങനെ സമ്പൂർണ്ണ മലയാളാവാൻ നിന്നാലേ സമ്പൂർണ്ണ സമ്പൂർണ്ണ രാമായണം പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും എൻ്റെ അമ്മ ഈ കോഴിമുട്ടയിൽ കറക്റ്റായിട്ട് ചെറുനകം കൊണ്ടൊരു കുഴി ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ. കോഴിമുട്ട വെന്തുണ്ടോന്ന് അമ്മ കുത്തി ഞെക്കി നോക്കിയതാണെന്ന്. എന്തിനമ്മ? പക്ഷെ ആ മുട്ട എനിക്ക് വേണ്ട അമ്മ. അതുകൊണ്ട് ഇതുകൊണ്ട് കുത്തിയിട്ടുള്ള ആ മുട്ട മാറ്റി വെക്കണം കേട്ടോ. വേണ്ട, ഞാൻ കഴിക്കില്ല. എന്തിനാ മുട്ടനൊക്കെ അങ്ങനെ വൃത്തികേടാക്കിയത്? പിന്നെ നീ മുട്ട എടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ മുഴുങ്ങിയിട്ട് വയറ്റിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാനാണല്ലോ. കടിച്ച് മുറിച്ചാലടാ പിന്നെ. അതന്നെ ഇട്ട് തരികയാണ് ഞാൻ. എന്നെ പറയാൻ ഞാൻ തന്നെ ഇട്ട് തരും. ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ? എനിക്കുള്ള കുത്തുവാക്കൾ ഞാൻ തന്നെ മെഴുകിയിട്ട് എന്താ പൊട്ടാണ്ട് വയറ്റിനുള്ളിൽ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കാൻ തന്നെ എൻ്റെ അമ്മയുടെ വയറ്റിനുള്ളിൽ നീയാണ് ആ മുട്ട. എടാ അമ്മ, ഇതൊന്നും അമ്മ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കാരണം എന്താ പറയാ, അമ്മ ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ട് വന്നിട്ട് മുൻകൂട്ടി ഞാനിതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു തരാം. നോക്കി എത്ര സഹായമാണ് നോക്കമ്മ. ഈ ക്യാമറ പിടിച്ച് നിൽക്കുക മാത്രല്ലമ്മ, എണ്ണയിൽ ആ മുട്ട ഇങ്ങനെ ഇട്ട് തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മ. നമ്മളൊരു ഫ്ലോർ ഒരു എൻജോയ്മെന്റിന് വേണ്ടി പറഞ്ഞാൽ തട്ടിക്കളിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അമ്മ പറഞ്ഞിട്ട് അമ്മയുടെ നാക്കിലെ വെള്ളം പറ്റണ്ട പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് പ്രോത്സാഹനമായിട്ട് അമ്മ പറയാനുള്ളതും കൂടി ഞാൻ പറയാണ്. എങ്ങനെ അമ്മ അങ്ങനെയൊക്കെ കിട്ടുക? എന്നിട്ടും അമ്മയ്ക്ക് എന്താണ് മിണ്ടിയ സംശയം? ഇവന് എന്നാ സംശയം എങ്ങനെയാന്ന് പറഞ്ഞ ഇവൻ ഈ പറഞ്ഞതിന്റെ പിന്നമ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാവോ ഉദ്ദേശം? സംശയം. ഇവൻ ഈ ചോദിച്ചതിന്റെ പിന്നമ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാവോ? സംശയം. അപ്പൊ എന്താണമ്മ ഈ സംശയം? ഇതെന്താ മുട്ടയിൽ വല്ല ബോംബുണ്ടോ? പൊട്ടിത്തെറിക്കണ്ട. അതാ എന്റെ ദൂരം പറഞ്ഞ അപ്പുറത്തെ മുറിയിലേക്ക് പോണോ? വേഗം മാറ്റിട്ടമ്മ, എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന സാധനം ഒന്നും ഉണ്ടാക്കരുതമ്മ. എന്നിട്ടേ അതും പൊട്ടിത്തെറിക്കും. അല്ലമ്മ
അപ്പോൾ എന്താണമ്മ നിങ്ങൾക്ക് നല്ല ലോകത്തുള്ളവർക്ക് മുഴുവനും ഈ ലോകം ഉണ്ടായ കാലം മുതൽ തന്നെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? എങ്ങനെ വിശ്വസിക്കുമോ? അമ്മ ഒരു സംശയത്തിന്റെ കഥ പറ. പുരാണങ്ങളിലെ അമ്മക്ക് സംശയം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഞാൻ ചില പുരാണ കഥകൾ പറയുമ്പോൾ പറയും ഇതെങ്ങനെയാടാ മോനത് അങ്ങനെയല്ല എങ്ങനെയല്ല എന്നുള്ള സംശയം നമുക്ക് ഉണ്ട്. എനിക്കറിയാം. എന്താണ് അമ്മ ഈ സംശയം എന്ന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുരാണത്തിൽ എവിടെയാണ് ഇത് സംശയം ഉള്ളത്? ഞാനിപ്പോ പറയട്ടെ, ആദ്യ കാലം തൊട്ട് ഭഗവാന്റെ കാലം തൊട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവി ലക്ഷ്മിയുടെ അവതാരമാണ്, ദൈവമാണെന്ന് തന്നെ അറിയാലോ. എന്നിട്ട് സീതാദേവിനെ അടക്കം ആൾക്കാർ സംശയിച്ചു. എന്നൊക്കെ അമ്മ ഉണ്ടെങ്കിൽ പ്രതികരിച്ചേനെ. ഇനിയിപ്പോ അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ പണ്ട് കാലത്ത് ഈ രാവണൻ കിഡ്നാപ്പ് ചെയ്തല്ലോ, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയല്ലോ. 30 സ്റ്റാൻഡേർഡായിട്ട് പുഷ്പക വിമാനം ഇന്നത്തെ ഫ്ലൈറ്റിലൊക്കെയാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടൊരു നല്ല ഭംഗിയുള്ള ഒരു വനത്തിലാണ് അശോകവനം. അശോകന്റെയോ ഇന്ദ്രന്റെ ചന്ദ്രന്റെ ഏതോ ഒരു വനം. അപ്പൊ അതിന് അശോകവനായതുകൊണ്ട് അശോകവനം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാണെങ്കിൽ അതൊരു ശോകവനമായിരുന്നു സീതാദേവിക്ക്. അപ്പൊ അതിന് അശോകവനം എന്നുള്ള മാറ്റി നമുക്ക് വേണമെങ്കിൽ ശോകവനം എന്ന് വെക്കുക. എത്ര സൗന്ദര്യമുള്ള വനാണെങ്കിലും ആ സീതാമാതയ്ക്ക് അവിടെ സന്തോഷമില്ലെങ്കിൽ അതെങ്ങനെ അശോകവനമാവും? അത് ശോകവനമാവും. അപ്പോൾ അങ്ങനെ ഒരു ശോകവനം. ആ ശോകവനത്തിൽ ഇത്രയും വർഷം ശ്രീരാമൻ ഇന്ന് വരും, നാളെ വരും, മറ്റന്ന വരും എന്ന് പറഞ്ഞ് സീതാദേവി ഇങ്ങനെ സ്വപ്നം കണ്ട് ശ്രീരാമനെ ജപിച്ചുകൊണ്ട് ശ്രീരാമനെ ഓർത്തുകൊണ്ട് ശ്രീരാമൻ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസം കൊണ്ട് 10 തലയുള്ള രാവണനൊക്കെ സീതാദേവി പുല്ലുപോലെ ജയിച്ചു. സീതാദേവിയുടെ സ്വഭാവം കൊണ്ടും സീതാദേവിയുടെ ധൈര്യം കൊണ്ടും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 10 തലയുള്ള രാവണനടക്കം സീതാദേവി സ്വന്തം കഴിവ് കൊണ്ട് തോൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഒരു പൊട്ട ദൃഷ്ടിയിൽ രാവണൻ സീതയെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. മനസ്സിലായില്ലേ? ഒരു അഭിമാനത്തോടു കൂടി മാത്രം നോക്കി. ഇത്രയും സൗന്ദര്യം, ഇത്രയും അറിവ്, ഇത്രയും പരിശുദ്ധയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? ഇത്രയും വലിയ കൊടുമകൾ സഹിക്കേണ്ടി വന്നാലും ചങ്ങലക്കിട്ടിട്ടുണ്ടെങ്കിലും മരത്തിന്റെ ചോട്ടില് ഈ വനത്തില് മൊത്തം രാക്ഷസന്മാരുടെ ഇടയിലുണ്ടെങ്കിലും ഇല്ലില്ല, അത് പറഞ്ഞില്ല. പറയൂ. സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 2 കീറിയത്, പിന്നെ കറിവേപ്പില, തക്കാളി, ഇത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്, പിന്നെ ഇത് മല്ലിയും മുളകും മഞ്ഞളും കൂടി അരച്ചതാണ്. പിന്നെ 1/4 കപ്പ്. അത് 1/4 കപ്പ് ഞാൻ അത് എടുത്തില്ലേ. അങ്ങനെ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം. പൊട്ട കിട്ടാതൊന്നും എന്റെ ഇടയ്ക്ക് പറയണ്ട. 1 സ്പൂൺ തൈര്. എന്താ പൊട്ടൻ ഗ്രാമ്പു എന്നൊക്കെ വിളിക്കുന്നത്? പട്ട, ഗ്രാമ്പു. ആ കപ്പില് കാണാണ്ടായ ആ സബോളയാണ് ഇവിടെ തട്ടിക്കൊണ്ടുള്ളത്. ആദ്യം സബോള ഇതിലിട്ടു. സബോള ഒന്ന് ബ്രൗൺ നിറമായപ്പോ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി അതിലിട്ട്. ഈ ആൾക്കാരെ കാണുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ കാണിക്കുന്നത്. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ ഉള്ളതാണ്. അല്ല, അതെങ്ങനെ വെച്ചിട്ടുള്ള രീതി അല്ല, ഞാൻ കുറെ ഇത് ചോദിക്കണം വിചാരിക്കും. ആ വെച്ചിട്ടുള്ള രീതി ഒന്ന് ഒരു ഭംഗിയിൽ വെച്ചേർക്കല്ലേ അമ്മ? അതിനെന്താ തെറ്റ്? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭംഗിയിൽ കൊടുക്കണം, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ രുചിയിൽ ഉണ്ടാക്കണം. അപ്പൊ അവർ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി വേണ്ട. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തിനടാ? ഒരുമിച്ച് വെക്കുമ്പോൾ അമ്മ ഏതോ ചന്തയിൽ പച്ചക്കറി വെക്കാതിരിക്കും പോലെ ഉണ്ടാവും. ഇതാണെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ട് ക്ലീൻ ആയിട്ട് കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും മനസ്സിലായോ? അവർക്ക് മനസ്സിലായി, എന്താ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. കളിയാക്കാണെന്നല്ല ലേശം മനസ്സിലായി. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കരുത് കേട്ടോ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉദ്ദേശം അത്ര ശരിയല്ല കേട്ടോ. ആ സംശയത്തിനെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മല്ലി, മുളകും മഞ്ഞളും. മല്ലി, മുളകും മഞ്ഞളും അരച്ചതാണ് കേട്ടോ. അത് ഞാൻ ഇത് ചൂടാക്കി അരച്ചതാണ്. അത് കാരണം അതിന് ഒന്ന് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി അരച്ചതാണ് അതിട്ട്. അതുകൊണ്ട് ഇതിന് ഒരുപാട് സംശയം എവിടെ ഇല്ലാത്തതമ്മ. ഭർത്താവിന്റെ ഫോണ് ചെക്ക് ചെയ്യുന്ന ഭാര്യയ്ക്ക് സംശയം, ഭാര്യ ഒരുപാട് നേരം ഫോണിന് സംസാരിക്കുന്ന ഭർത്താവിന് സംശയം. ഇത് ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ?
ഞാൻ കല്യാണം കഴിച്ച് പോണ വീട്ടിൽ അമ്മായിയമ്മ നല്ലവളായിരിക്കും എന്നൊരു സംശയം മരുമകൾക്ക് എന്നും ഉണ്ടാവും. അതുപോലെ വരാൻ പോണ മരുമകൾ നല്ലവളായിരിക്കും എന്നുള്ള സംശയം അമ്മായിയമ്മയ്ക്ക് എന്നും ഉണ്ടാവും. മക്കൾ പുറത്തു പോയി കഴിഞ്ഞാൽ വേണ്ടാത്തതിന് വല്ല പോയി പെടുമെന്നുള്ള സംശയം അച്ഛനും അമ്മയ്ക്ക് എന്നും ഉണ്ടാവും. ഈ അച്ഛനും അമ്മ എത്ര തന്നെ സ്നേഹിച്ചാലും സ്നേഹത്തിൽ ഇത്തിരി കുറവുണ്ടോ എന്നുള്ള സംശയം മക്കൾക്ക് ഉണ്ടാവും. മക്കൾ തമ്മിൽ എന്തെങ്കിലും ഈ തൈര് ഒരു സ്പൂണ് തൈര് അപ്പോൾ മക്കൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ അച്ഛനും അമ്മ എന്നുള്ള സംശയം മക്കൾക്ക് മുതിർന്ന് മൂക്കിൽ പല്ല് വരുന്ന സമയമായാലും അച്ഛനമ്മയോട് ഉണ്ടാവും. എന്നെയാണോ സ്നേഹം, അവനെയാണോ സ്നേഹം, അവിടെയാണോ സ്നേഹം, ഇവനെയാണോ സ്നേഹം എന്നുള്ള സംശയം ഉണ്ടാവും. ഇതിനൊക്കെ സംശയം. ഇത് ഇന്ന് തുടങ്ങുന്ന സംശയമല്ല. എനിക്ക് തോന്നുന്നത് ഭൂമി ഉണ്ടായ കാലം മുതൽ സംശയം അതിൻ്റെ ഒപ്പം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ സംശയത്തിന് നമുക്ക് സമ്പൂർണ്ണമായിട്ട് അങ്ങനെ കളയാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. കളയാൻ പറ്റുമോ? അപ്പോൾ ദൈവം നമ്മുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, മക്കളെ ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? പരസ്പരം സ്നേഹിക്കുന്ന നിങ്ങൾ, അത്രയും വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത് ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. ആര്? ഏതെങ്കിലും ഒരു ദൈവം. അത് ഏത് ദൈവമാണെന്ന് അറിയില്ല. അത് ഏതെങ്കിലും ഒരു ദൈവം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? ഏത് രൂപത്തിലാണോ മൂപ്പർ അവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾ കാണുന്ന രൂപത്തിലാണോ അതോ നമ്മുടെ സുഹൃത്ത് കാണുന്ന രൂപത്തിലാണോ ഒന്നും നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ഏത് വിശ്വാസത്തിൻ്റെ രൂപത്തിൽ സെറ്റപ്പിൽ കോസ്റ്റ്യൂമിലായിരിക്കും മൂപ്പർ ഇരിക്കാൻ നമുക്കറിയില്ലല്ലോ. അത് കാരണം കൊണ്ട് ഏത് ദൈവമാണെങ്കിലും എന്ന് പറഞ്ഞ ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ പറയേ മനസ്സിലായില്ലേ, ഏത് കോസ്റ്റ്യൂമിലാണ് മൂപ്പർ ഇരിക്കാൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ സംശയത്തിൻ്റെ അമ്മ ഇട്ട് തന്ന ഹിന്ദു കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പണ്ട് രാമായണ കാലം എന്ന് വെച്ചാൽ ത്രേതായുഗം, ആ യുഗത്തിൻ്റെ ആ കാലഘട്ടത്ത് പരശുരാമനൊക്കെ ഉള്ള കാലം. പരശുരാമൻ ഗുരുവാണല്ലോ. ശ്രീ ഹനുമാൻ സ്വാമി ഉള്ള കാലം. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമെന്ന് ഏറെക്കുറെ ജനങ്ങളൊക്കെ അറിയുന്ന കാലം. ശ്രീരാമൻ്റെ പത്നിയായിട്ട് വന്ന സീതാദേവി എന്ന് പറഞ്ഞ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന കാലം തന്നെ. പിതാവിന് പോലും തൻ്റെ ദർശനം കൊടുത്തവനാണ് ശ്രീരാമചന്ദ്രൻ. ഞാനാണ് പറഞ്ഞത് ദർശനം കൊടുത്തവനാണ്. അത് ആ ഒരു രൂപത്തിൽ നിന്നെ കാണണമെന്ന് മരണത്തിന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു മായാരൂപത്തിൽ ദർശനം നൽകിയത്. അങ്ങനെ അന്നുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം ഇതൊരു അവതാര പുരുഷനാണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാലത്ത് ഈ സീതാദേവിനെ കിഡ്നാപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ അവിടെ പറഞ്ഞ് നിർത്തിയല്ലോ എന്നാണ് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ല, വാൽമീകി പറഞ്ഞാണ്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് വിമാനത്തിലൊക്കെ മൂപ്പര് കൊണ്ടുപോയിട്ട് അശോകവനം ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ശോകവനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയില്ലേ? അശോകവനം എന്ന് പറയുമ്പോൾ അതൊരു സൗന്ദര്യമുള്ളൊരു വനമായിട്ട് തോന്നും. എന്തായാലും മാതാവ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച സ്ഥലമായതുകൊണ്ട് ഞാൻ അതിനെ ശോകവനമാക്കി മാറ്റി. രാമായണം എത്ര രീതിയിൽ മാറ്റിയിട്ടുണ്ടമ്മ. ഈ കുട്ടി ഒന്ന് ചെറുതായിട്ട് ആ വനത്തിനൊന്ന് മാറ്റിക്കോട്ടെ. എനിക്ക് ശോകവനാണ്. സീതാമാത അങ്ങനെ ഉല്ലസിച്ച സ്ഥലമാണ് നമുക്ക് അശോകവനാക്കാം. ഇത് ശോകവനം. ഞാൻ സമ്മതിക്കില്ല കേട്ടമ്മ, അടിച്ചാലും സമ്മതിക്കില്ല. ഇത് ശോകവനം. ഇത് കഴിഞ്ഞിട്ട് തന്നെ അടിക്കുമമ്മ? വേണ്ട, അശോകവനത്തിലിരുന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയി. ഇതൊക്കെ കഴിഞ്ഞ് സീതാദേവിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാട്ടോ, വളരെ സിദ്ധരാണ്. ശ്രീരാമനടക്കം ഉള്ള ആൾക്കാരൊക്കെ അറിയാം എന്താണ് നാട്, എന്താണ് ജനങ്ങളെന്ന് അറിയാം. കാരണം രാവണൻ്റെ ഒപ്പായിരുന്നല്ലോ എത്ര കാലം. അവിടുന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഈ സീതാമാതേനെ കുറ്റം പറയുന്നുള്ള സർവ്വബോധം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചു. അഗ്നിക്കുള്ളിലൂടെ കടന്നു വന്ന നീ ശുദ്ധയാണ് എന്ന്. പക്ഷെ ശ്രീരാമൻ അറിയാം ശുദ്ധയാണെന്നുള്ളത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലാണ്ട് നടക്കില്ല. ശ്രീരാമൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ശരി, അഗ്നിപരീക്ഷയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ വെറുതെ ഇരുന്നോ? അവർ ചോദിച്ചു, ഈ 10 തലയുള്ള രാവണൻ എങ്ങനെയാണ്? രാവണൻ അങ്ങനത്തെ വീരനാണെന്ന് കേട്ടിട്ടുണ്ട്, മഹായോദ്ധാവാണെന്ന് കേട്ടിട്ടുണ്ട്, ഭയങ്കര സൗന്ദര്യവാനെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അഴകിയ രാവണൻ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീരാമൻ ഇപ്പുറത്ത് സൗന്ദര്യം ഉണ്ടെങ്കിൽ അപ്പുറത്ത് രാവണനും സൗന്ദര്യം ഉണ്ടെന്നാണ് എഴുത്തിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ശ്രീരാമൻ്റെ സൗന്ദര്യം എന്ന് കേട്ടപ്പോൾ നിഷ്കളങ്കിയായ സീതാമാതാവ് രാവണൻ്റെ ചിത്രം വരച്ചു. രാവണൻ്റെ ചിത്രം വരയ്ക്കുന്നവരെ ആസ്വദിച്ച ആൾക്കാർ ചിത്രം വരച്ചതും പറഞ്ഞു, സീതാമാതാവിന് രാവണനോട് എന്തോ ലവ് ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു പ്രണയം തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂക്കും കണ്ണൊന്നും ഇത്രയും കൃത്യമായിട്ട് വരയ്ക്കാൻ സീതാമാതാവിന് കഴിയില്ല. മനസ്സിൽ ആ മുഖം കൊണ്ടത് കൊണ്ടല്ലേ സീതാമാതാവ് ആ ചിത്രം അങ്ങനെ വരച്ചതെന്ന് പറഞ്ഞു. അത് സാധാരണ ജനങ്ങളുടെ സംശയരോഗത്തിൻ്റെ ആദ്യ പാഠം. അത് ഏത് കാലത്ത്? ദൈവം നടമാടുന്ന കാലത്ത്. ശരി, അപ്പോൾ അതേ ജനങ്ങളോട് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ പലരും ഈ രാമായണം എഴുതിയ ആൾക്കാരോട് ചോദിച്ചു,
അല്ല വായിച്ചപ്പോൾ പലരും പറഞ്ഞു ഉണ്ടാവും കേട്ടോ, ഉണ്ടാവാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് സീതാമാതാവ് ഇങ്ങനെ എഴുതാൻ കാരണം? അത്ര മനസ്സിൽ ഉറച്ച് വെച്ചത് കൊണ്ടല്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടല്ലോ. അല്ലെങ്കിൽ രാവണൻ അങ്ങനെ എഴുതുമല്ലോ എന്ന് ചോദിച്ച ചില വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയാമോ? ഇപ്പം അമ്മ ഒരു 5 വയസ്സായ കുട്ടീന്ന് ധരിച്ചോളൂ, ധരിച്ചാൽ മതി കേട്ടോ, അല്ലാട്ടോ. 5 വയസ്സായ കുട്ടി അമ്മയ്ക്കൊരു ലോലിപ്പാപ്പ് ആരോ മേടിച്ചു വന്നു. എന്ത് മേടിച്ചു വന്നു? ലോലിപ്പാപ്പ് മേടിച്ചു തന്നിട്ട് അമ്മേനെ ഒരു പെട്ടി ഓട്ടോറിക്ഷ കിഡ്നാപ്പ് ചെയ്തു. എതിര് നമ്മൾ സാധാരണ യൂട്യൂബർ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ സാധാരണക്കാരാണ്, സാധാരണ യൂട്യൂബാണ്. നമുക്ക് ഇന്നോവ കാർ മറ്റത് BMW ഒന്നും വേണ്ട, നമുക്ക് പെട്ടി ഓട്ടോറിക്ഷ മതി. കിഡ്നാപ്പ് ചെയ്യാൻ പൈസ ഇല്ലാത്തവരല്ലേ കിഡ്നാപ്പ് ചെയ്യുക? BMW ഉള്ളവർ ഓടിക്കാറുള്ളവരൊക്കെ അമ്മേനെ ഒന്ന് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ മണ്ടത്തരം പറയണ് കേക്ക്? അപ്പോൾ ഒന്നും ഇല്ലാത്തവനാണ് കിഡ്നാപ്പ് ചെയ്യുക, അതാദ്യം മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ പെട്ടി ഓട്ടോറിക്ഷ ഉള്ള ഒരാൾ അമ്മേനെ കിഡ്നാപ്പ് ചെയ്തു, 5 വയസ്സായ കുട്ടീനെ. അപ്പോൾ അമ്മക്ക് 5 വയസ്സായ കുട്ടിയാണ്, നല്ല അമ്മയാണ്, നല്ല നിഷ്കളങ്കയായ അമ്മയാണ്. ഇപ്പോഴും അതെ. അല്ലമ്മ, എൻ്റെ അമ്മ അന്ന് അപ്പൊ അത് കിഡ്നാപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ കിഡ്നാപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അമ്മേനെ അങ്ങനെയൊക്കെ കൂടിയിട്ട് എല്ലാം. അയ്യോ, എൻ്റെ അമ്മ ഒരു കഥയാണ്. അത് മനസ്സിലായി എൻ്റെ പൊന്നമ്മേ, ഇവിടെ കേക്ക്. അപ്പോൾ അമ്മേനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അമ്മയുടെ അച്ഛനും ഒക്കെ പോയിട്ട് കിഡ്നാപ്പ് ചെയ്തവൻ്റെ കയ്യിൽ നിന്ന് അമ്മേനെ തിരിച്ചു കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ കഥ പറയണോ നിർത്തടാ. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ച് കേക്കമ്മ, അല്ലെങ്കിൽ എനിക്ക് മറന്നു പോകും. തിരിച്ചു കൊണ്ടുവന്നിട്ട് അമ്മേനോട് ചോദിച്ചു കിഡ്നാപ്പ് ചെയ്ത ആടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ കിഡ്നാപ്പ് ചെയ്തത് എൻ്റെ അച്ഛനാന്ന് വിചാരിച്ചോളൂ, വെറുതെ വിചാരിക്കുക വേണ്ട. അല്ല, എന്നാലൊരു 8-10 വയസ്സിന് മൂത്താണോ? അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരൻ അമ്മേനെ കിഡ്നാപ്പ് ചെയ്തു. വേണ്ട, ഏതോ ഒരു കിഴവൻ കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പ് ചെയ്തപ്പോൾ അമ്മേനോട് ചോദിച്ചു ഈ കിഡ്നാപ്പ് ചെയ്ത ആളെ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്തു? കിഡ്നാപ്പ് ചെയ്ത മുത്തശ്ശന്റെ ഫോട്ടോ എഴുതി. ഈ 5 വയസ്സായ കുട്ടിക്ക് മുത്തച്ഛനോട് ലവ് ഉണ്ടെന്നാ പറയാ. അണ്ടിപ്പരിപ്പ് അരച്ചത് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ എല്ലാം കൂടി പോകണം. അപ്പോൾ ഇത്തിരി വെള്ളം കൂട്ടി. അപ്പം ഞാൻ ചോദിക്കണത്, ഈ 5 വയസ്സായ കുട്ടി ആ മുത്തശ്ശൻ്റെ ഫോട്ടോ വരച്ചത് കൊണ്ട് മാത്രം ഉപദ്രവിച്ച മുത്തശ്ശൻ, കിഡ്നാപ്പ് ചെയ്ത മുത്തശ്ശൻ, അതെങ്ങനെയുണ്ട് പറയുമ്പോൾ വരയ്ക്കാൻ കഴിവുള്ള കുട്ടി ആ ചിത്രം വരച്ചു. അപ്പോൾ ചുറ്റുള്ള ആൾക്കാർ എന്താ പറയുക? കുട്ടി കണ്ടോ, ആ ക്രിമിനലിൻ്റെ കുട്ടി, ഏറ്റവും പിടിച്ചുകൊണ്ടായ ആ ക്രിമിനലോ, ആ കൊള്ളക്കാരനോ, ആ കിഡ്നാപ്പറോ അയാളുടെ ഫോട്ടോ വരച്ചു എന്നല്ലേ പറയുള്ളൂ. അതിൻ്റെ പകരം 5 വയസ്സായ കുട്ടിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്, മനസ്സിൽ പതിഞ്ഞുകൊണ്ടാണ് ചിത്രം വരയ്ക്കാൻ ആരെങ്കിലും പറയോ? എന്തുകൊണ്ട് മാതാവായ സീതേനെ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞു? അത് തെറ്റല്ലേ? അപ്പോൾ അപ്പോൾ രാമായണം പരിശുദ്ധമായ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ തന്നെ പലർക്കും പല രീതിയിൽ എഴുതാമെന്ന് തിരുത്തി എഴുതുമ്പോൾ തന്നെ അതിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് മാത്രം എഴുതാൻ ഒരു വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കുന്നു ചിന്തിക്കുന്ന ഒരു ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണ്? ഒരു എഴുത്തുകാരനായാലും ഒരു വായനക്കാരനായാലും ഒരു ചിന്തിക്കുന്ന വ്യക്തിയായാലും അവൻ്റെ ഉള്ളിലുള്ള സംശയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവം നാളെ പോയിട്ട് ഈ സംശയമൊന്നും ഇല്ലാതെ ജീവിച്ചോടെ എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. എന്താ ചെയ്യുക? രാമായണ കാലത്ത് എന്തിനാ കൂടുതൽ പറയണത്? ഏതോ ഒരു തുണി തിരുമ്പുന്ന ഒരു വ്യക്തി അഗസൻ, മൂപ്പരൊരു എന്തോ മണ്ണാൻ ഭാര്യയോട് എന്തോ പറഞ്ഞു, നീ ശ്രീരാമനെ പോലെ വല്ലവരുടെ അടുത്ത് പോയി അവിടെ പോയി വല്ലവരും കൊണ്ടുപോയി അവനൊന്നും ഞാൻ സ്വീകരിക്കില്ല, ഞാൻ ശ്രീരാമനല്ല എന്ന് പറഞ്ഞു. അത് കേട്ട ശ്രീരാമൻ എന്ത് ചെയ്തു? ഭഗവാനായിട്ട് പോലും അഗ്നിപരീക്ഷയൊക്കെ കഴിഞ്ഞു. എൻ്റെ സീതാദേവി ശുദ്ധിയാണെന്നറിയാം, നല്ലവളാണെന്നറിയാം, ലക്ഷ്മിയുടെ അവതാരമാണെന്ന് മൂപ്പർക്കും അറിയാം. മൂപ്പരെന്ത് ചെയ്തു? സിംഹാസനത്തിന് വില കൊടുത്തു. ഞാൻ രാജാവാണ്, എൻ്റെ കുടുംബത്തെ ഞാൻ പ്രാധാന്യം കൊടുക്കരുത്, ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ രാജ്യത്തെയാണ്, രാജ്യത്തെ പ്രജകളാണ്. ഞാൻ തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് പ്രജകളോ അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത സീതാമാതാവിനെ എവിടെ അയച്ചു? കാട്ടിലേക്ക് അയച്ചു. ന്യായമാണോ? 4 ആൾക്കാർ 4 കുറ്റം പറഞ്ഞു വന്നിട്ട് സീതാമാതാവിനെ കാട്ടിലേക്ക് അയച്ച ഭഗവാൻ ചെയ്തത് ശരിയാണോ? ഉത്തമ മര്യാദ പുരുഷൻ എന്ന് പേര് കേട്ട ശ്രീരാമൻ ചെയ്തത് തെറ്റാണോ? അതുപോലെ തന്നെ വാലി, അറിയോ? വാലി സുഗ്രീവ യുദ്ധം, ഈ വാനര വംശത്തിലുണ്ടായ വാലി എന്ന് പറഞ്ഞാൽ മഹത്തായ ശക്തിശാലിയാണ്. വാലിക്ക് ഒരു വരദാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയാണ് വാലി എന്ന് കരുതിക്കോളൂ. വേണ്ട, വാലി എന്ന് പറഞ്ഞ അമ്മ പറയാം എന്നെ കുരങ്ങാന്ന് വിളിച്ചു എന്ന് പറയും. വേണ്ട, ഞാൻ വാലി. എന്നോട് അമ്മ യുദ്ധം ചെയ്യാൻ വന്ന അമ്മയുടെ
എൻ്റെ ശക്തി അല്ലാതെ യുദ്ധം ചെയ്യാൻ വന്ന അമ്മയുടെ പാതി ശക്തിയും കൂടി എനിക്ക് കിട്ടും. അങ്ങനെയുള്ളപ്പോൾ നേരിട്ട് നിന്നിട്ട് ആർക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ല, സത്യമാണ്. അപ്പോൾ ശ്രീരാമൻ ഒളിഞ്ഞിരുന്ന് ഒളിയമ്പും കൊണ്ട് വാലിയെ കൊല്ലേണ്ടി വന്നു. അല്ലാണ്ട് കൊല്ലാൻ ആർക്കും സാധിക്കില്ല. രാവണനോ ശ്രീരാമനോ ഈ യുഗത്തിൽ നല്ല ഒരു യുഗത്തിലും കൊല്ലാൻ സാധിക്കില്ല. ഏത് ദൈവം അവതാരം എടുത്ത് വന്നാലും ദൈവത്തിൻ്റെ പകുതി ശക്തിയും കൂടി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെ കൊല്ലാൻ സാധിക്കും? അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ദൈവം വരദാനം കൊടുക്കുകയും മറ്റേ ദൈവം ഒളിഞ്ഞിരിക്കുക അമ്പെറിയുകയും ചെയ്യുമ്പോൾ ഈ മറ്റേ ദൈവം എന്ന് പറഞ്ഞ ദൈവം മനുഷ്യജന്മത്തിലാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും തെറ്റാണോ? ഒടിയമ്പ് ചെയ്ത് തെറ്റാണോ? സീതാമാതാവ് പരിശുദ്ധരാണെന്ന് അറിഞ്ഞിട്ട് കാട്ടിലേക്ക് അയച്ചത് തെറ്റാണോ? ഈ തെറ്റുകൾ എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്ത് എണ്ണയിലിട്ട് വറക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അന്ന് ശ്രീരാമനും ചെയ്യണമായിരുന്നു. അതുപോലെ സീതാമാതാവിനെ കുറ്റം പറഞ്ഞവരൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ മനുഷ്യനായി ജനിച്ച അത്യാവശ്യം തെറ്റ് ചെയ്യും. അതുപോലെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയണത്, തെറ്റ് തിരുത്തി ജീവിക്കാം. അത്യാവശ്യം ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ട് മാറ്റി നിർത്തരുത്. മനസ്സിലായില്ലേ? അതുപോലെ സംശയരോഗം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളതാണ്. ഇതൊരു രോഗം കൊണ്ട് മാത്രം പല 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 വ്യക്തികൾ സ്വന്തം ജീവിതം വെറുതെ സംശയത്തിൻ്റെ പേരിൽ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ. സംശയരോഗം അതില്ലാണ്ടായാൽ തന്നെ വളരെ സന്തോഷമായൊരു ജീവിതം. അതേപോലെ അമ്മ എവിടെയെങ്കിലും 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. അതേപോലെ അമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നീ ഇപ്പം എവിടെയാണ്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. നീ എത്ര മണിക്ക് വരും? ഇത്ര മണിക്ക് വരും. എടാ നീ പറഞ്ഞ സമയം കഴിഞ്ഞാൽ നീ ഇപ്പം എവിടെയാണ്? വീണ്ടും വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പറയാ നീ ഉള്ള സ്ഥലമല്ലേ, അവിടുന്ന് വീഡിയോ പിടിക്ക്, ഇപ്പം അയച്ച എനിക്ക് അങ്ങനെ പറയാ. അത് സംശയണമാ. അതൊക്കെ സംശയണമാ. അതൊക്കെ ഇത്തിരി കുറച്ചാ. ഈ അമ്മയാവട്ടെ അല്ല ഈ അമ്മയാവട്ടെ ഭാര്യമാരാവട്ടെ അച്ഛനാവട്ടെ ബ്രദറാവട്ടെ സിസ്റ്ററാവട്ടെ അമ്മായിയാവട്ടെ അപ്പൂപ്പനാവട്ടെ അച്ചാച്ചനാവട്ടെ ഈ സംശയരോഗം എന്നുള്ളത് ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ സമാധാനം ഇത്തിരി കൂടുതലുണ്ടാവും, ഇത്തിരി വിശപ്പും കൂടുതലുണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് എവിടെ പോയാലും സംശയമാണ്. അത് കാരണം കൊണ്ട് ഈ ഒരു ഫോൺ ഉള്ളത് കൊണ്ട് ഇപ്പം എവിടെയാണെന്ന് നുണ പറയാൻ പറ്റില്ല. ഒന്നും ഓഫ് ചെയ്ത് വെക്കാനേ പറ്റില്ല. അപ്പം തന്നെ വീഡിയോ കോൾ വിളിക്കും, ഓൺ ദി ലൈൻ വരാൻ പറയും. വന്നിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോയാൽ മതി പറയും. ഭർത്താക്കന്മാർക്ക് ഭാര്യനെ പറ്റിക്കാൻ പറ്റില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെയും പറ്റിക്കാൻ പറ്റില്ല. അതൊന്നും മാത്രം പറ്റില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ചെക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സംശയം അത്യാവശ്യം വേണം. ഒരുപാട് സംശയമായ ജീവിതം തുറഞ്ഞു പോകും. സംശയം വരുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാനും പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിക്കാണ്ടിരുന്ന സംശയിക്കില്ല, അത്ര തന്നെ. അപ്പോൾ തെറ്റുകൾ സ്വാഭാവികം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ തെറ്റുകൾ കൂടുതൽ ചെയ്യരുത്. ചെറിയ ചെറിയ തെറ്റുകൾ മനുഷ്യ സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്നെ അമ്മ അതെ അതിൻ്റെ പേരിൽ സമ്പൂർണ്ണമായിട്ട് ഒരാളിനെ ഒഴിവാക്കാൻ പാടില്ല. തെറ്റുകൾ ചെയ്തതിന് ശേഷം തിരുത്തി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവരെ മനുഷ്യരായിട്ട് കാണണം എന്നൊരു നല്ല മെസ്സേജും കൂടി ഇതിലുണ്ട്. ഒപ്പം തന്നെ സംശയരോഗങ്ങൾ ആർക്കും എപ്പോഴും നല്ലതല്ല. അത്യാവശ്യം സംശയിക്കാം, ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഒരാളുടെ മുകളിൽ വിരൽ ചൂണ്ടാൻ. അപ്പോൾ സംശയരോഗം കൊണ്ട് മുഴുവൻ ജീവിതം നശിപ്പിക്കാൻ ആരും മെനക്കെടരുത്. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും ഈ 3 മുട്ടയാണ് വെച്ചിറക്കണത്. ഇതുകൊണ്ട് അമ്മ എല്ലാവരും ഊണ് കഴിക്കാൻ വിളിക്കുകയും ചെയ്യും. ആ കള്ള കണ്ണ് കണ്ടറിയാം അതിലാരും വരില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്തിനാ അമ്മ ഈ മുട്ട വെക്കുന്ന? ചിക്കൻ എടുത്ത് വെക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? അപ്പൊ ഇതാണ് ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിക്കും നല്ലതാ, ചോറിനും എല്ലാത്തിനും നല്ലതാ. അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. കൂടാ പത്തിരി പൊറോട്ട അതൊക്കെ ഹോട്ടലിലെ വെയിറ്റർ പറയണ മുഴുവൻ പേരൊന്നും പറഞ്ഞു. ഞങ്ങൾ ഏതിന്റെങ്കിലും കൂടെ ഒക്കെ കൂട്ടി കഴിച്ചോളാം. അല്ല അതിന് നന്നായിരിക്കും ചപ്പാത്തി. നിങ്ങളൊരു കാര്യം ചെയ്യും, പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാനൊന്നും അറിയില്ല. അതുപോലെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പൊറോട്ട മേടിച്ചിട്ട് ഇതുപോലെ കറി വെച്ചൊന്ന് കഴിച്ചു സൂപ്പറായിരിക്കും. ആണോ? സമ്മതിച്ചു കേട്ടോ. സമാധാനമായല്ലോ അമ്മയ്ക്ക്? സമ്മതിച്ചു. നല്ല കറിയാണ്, നമുക്ക് അറിയണ്ട. നല്ല കറിയാണ്. നോക്കി എല്ലാവർക്കും